ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കിഴങ്ങ് കറിയാണ് കേട്ടോ, ഉരുളക്കിഴങ്ങ് കറി. അപ്പോൾ പൂരിക്കും ദോശക്കും അതുപോലെ തന്നെ പൊറോട്ട, പിന്നെ എല്ലാത്തിനും നമ്മൾ ചപ്പാത്തി എല്ലാത്തിനും ഒരുപോലെ കോമ്പിനേഷൻ ആക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയുള്ള ഒരു കിഴങ്ങ് കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞൊന്ന് കഴുകി മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതേ വെള്ളത്തിൽ തന്നെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മുറിക്കുന്നത് ഇതാ ഒരുപാട് വളരെ ചെറുതാക്കിയിട്ടൊന്നല്ല മുറിക്കുന്നത്, കുറച്ച് ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് എല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ അതേപോലെ തന്നെ വലുതായിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് കഴുകി വെക്കാനുള്ള പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ഒരു വെക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ചെറിയൊരു എരിവിന് വേണ്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി അതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, കൂടി പോകരുത് ഉപ്പ്. ഇതാ ഇത്രയും ഉപ്പാണ് ഞാൻ ഏറ്റവും ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് വേകാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഈ മഗ്ഗിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പം ഇതാ ഇതിൻ്റെ ഒരു അര ഭാഗം കണ്ടിട്ട് ഇതാ ഏകദേശം ഇത്രയും ഭാഗം വെള്ളമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടു. അപ്പോൾ അത്രയും മതി. അത് നല്ലോണം ഒന്ന് അടച്ചെടുക്കേണ്ടതായതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ നമുക്കതെല്ലാം വേവിച്ചെടുക്കാൻ പറ്റുമോ ആദ്യം. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾക്കിനി കുറച്ചൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഷ്ണങ്ങൾ ഇല്ല രീതിക്ക് വേണം ഉടച്ചെടുക്കാൻ. ഇങ്ങനെ കംപ്ലീറ്റ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഒരു കുരുമുളകിൻ്റെ ഒരു നുള്ള് പൊടി ഇട്ട് കൊടുത്താൽ അതൊരു ടേസ്റ്റാണ്. ഇത്രയേ ഇടാൻ പാടുള്ളൂ, ഒരുപാട് എരിവ് പാടില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു നുള്ള് കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ നമ്മൾക്കിനി ചേർക്കാനുള്ളതാണ്, കാണിച്ചു തരാം. ഒരു അരമുറി തേങ്ങ ചിരയിട്ട് പിന്നെ വെള്ളം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ല കട്ടി കരച്ചെടുത്ത തേങ്ങാപ്പാലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഈ ഉടച്ചു വെച്ച കുരുമുളകിലോട്ട് കുരുമുളകല്ല ഉരുളക്കിഴങ്ങ് ഉടച്ചു വെച്ചതിലോട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ എടുത്ത പാലാണ്. അപ്പോൾ ഈ ഒരു കറിക്ക് അങ്ങനെയാണ് വേണ്ടുന്നത്, ഒരുപാട് കട്ടി ഇങ്ങനെ വെള്ളം പോലെ ആവരുത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി ഇതിൽ പ്രത്യേകിച്ച് വെള്ളം ചേർക്കരുത്. അപ്പോൾ ഇത് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, ഇനി ഒരുപാട് തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് എല്ലാവരും നിർബന്ധമായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു കറി തന്നെയാണ്. അപ്പോൾ ദോശയുടെ കൂടെയെല്ലാം സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഈ ഉഴുന്ന് ദോശയില്ലേ, ഉഴുന്ന് തലേന്ന് അരച്ച് വെച്ച ദോശയില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെയെല്ലാം രാവിലെ ഇറക്കുന്ന ദോശയായാലും പിന്നെ നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. അതിന് കോമ്പിനേഷൻ ആക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.